26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള നിക്ഷേപ മാർഗമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ. ഉയർന്ന പലിശ നൽകിയാണ് ഈ പദ്ധതി പോസ്റ്റ് ഓഫീസും നടപ്പാക്കുന്നത്. എല്ലാ മാസവും നിശ്ചിത തുക നിക്ഷേപിച്ച് ഉയർന്ന ലാഭം നേടാൻ ഇതിലൂടെ പോസ്റ്റ് ഓഫീസ് സഹായിക്കും. റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ അഥവാ RDകൾ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള നിക്ഷേപ മാർഗമാണ്. ബാങ്കുകളും അതോടൊപ്പം ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം RD നടപ്പാക്കുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ ഉയർന്ന പലിശ നൽകി പോസ്റ്റ് ഓഫീസും പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എല്ലാ മാസവും നിശ്ചിത തുക നിക്ഷേപിച്ച് ഉയർന്ന ലാഭം നേടാൻ പോസ്റ്റ് ഓഫീസുകളിലെ RD ഒരു മികച്ച മാർഗമാണ്. 6.7% പലിശയാണ് നിലവിൽ പോസ്റ്റ് ഓഫീസുകളിൽ RDകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 5 വർഷത്തേക്ക് പ്രതിമാസം 2000 രൂപ വീതം നിക്ഷേപിച്ചാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ഏകദേശം 1,42,732 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇവിടെ പലിശയായി മാത്രം 22,732 രൂപയാണ് ലഭിക്കുന്നത്. RD ത്രൈമാസ കോമ്പൗണ്ടിംഗ് രീതിയാണ് പിന്തുടരുന്നത്. അതിനാൽ തന്നെ സമ്പാദ്യം ലളിതമായ പലിശയ്ക്ക് കീഴിൽ വേഗത്തിൽ വളരും. കുറഞ്ഞത് 100 രൂപ നിക്ഷേപിച്ചാൽ പോലും RD ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ നിക്ഷേപത്തിന് പരിധിയില്ലെന്ന പ്രത്യേകതയുമുണ്ട്. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം മുതലും പലിശയും ഒരുമിച്ച് കൈപ്പറ്റാം. സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ അപകട സാധ്യതയുമില്ലെന്നതും ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. ശമ്പളക്കാർ, വിരമിച്ച ജീവനക്കാർ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ എന്നിവർക്കിടയിൽ ജനപ്രിയമായ പദ്ധതിയാണിത്. ഓരോ പാദത്തിലും 6.7% പലിശ പോസ്റ്റ് ഓഫീസ് RDകൾക്ക് നൽകുന്നുണ്ട്. ഇത് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്ന രീതിയാണ്. 5 വർഷത്തിനുള്ളിൽ 1.2 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് 22,732 രൂപയാണ് പലിശയായി ലഭിക്കുന്നതെങ്കിലും ഈ പറയുന്ന 5 വർഷത്തിന് മുൻപ് നിക്ഷേപം അവസാനിപ്പിക്കുകയാണെങ്കിൽ പദ്ധതിയുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. 3 വർഷത്തിന് ശേഷം നിക്ഷേപം അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിലും നേരത്തെ നിക്ഷേപം അവസാനിപ്പിക്കുന്നത് വരുമാനം കുറയുന്നതിന് കാരണമായേക്കാം. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം നികുതി കിഴിവിന് അർഹതയില്ല. നിയമങ്ങളും നിക്ഷേപ കാലയളവും യോജിച്ചതാണെന്ന് തോന്നിയാൽ മാത്രമേ ഈ പദ്ധതി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.